തന്നെ ഈ മനോഹരമായ ചെറിയ പെരുന്നാളിന് ഇത്തരമൊരു സംയുക്ത ഇത് നമസ്കാരം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ പിന്നിലുള്ള സംഘടനകൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ചെറിയ പെരുന്നാൾ ഒരു വലിയ സന്ദേശം ലോകത്തിനാകെ നൽകുന്ന മഹത്തായ ഒരാഘോഷമാണ്. ആ സന്ദേശം ഉയർത്തുന്ന സാമൂഹിക പ്രസക്തിയുള്ള എല്ലാ ആശയങ്ങളും എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ ഫൈസൽ സാഹിബിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. സമയപരിമിതി മൂലം അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഇന്നത്തെ വർത്തമാനകാല ലോക ജീവിതം നമുക്കറിയാം, അശാന്തിയുടെയും അസഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ വിദ്വേഷവും വെറുപ്പും ഭിന്നതയും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ധാരാളം ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത്. ഈ അവസരത്തിൽ മാനവരാശിക്ക് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള പരിശുദ്ധ പ്രവാചകൻ ഏറ്റവും ഉജ്ജ്വലമായി ഉദ്ഘോഷിച്ചിട്ടുള്ളതുമായ സ്നേഹ സാഹോദര്യങ്ങളുടെ ഐക്യപ്പെടലിന്റെ മഹത്തായ സന്ദേശമാണ് ഈ പരിശുദ്ധ റമദാൻ നമുക്ക് കൊണ്ടുവരുന്നത്. ഒരു മാസത്തെ നീണ്ടു നിൽക്കുന്ന വ്രതനിഷ്ഠയിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല മനോഭാവവും ഏറ്റവും നല്ല സമീപനവും ഈ ലോകത്തോടും സമൂഹത്തോടും സമഭാവനയോടെ ഊട്ടിയുറപ്പിക്കാൻ ഓരോരുത്തരെയും സജ്ജമാക്കുന്നതും താൻ ആർജിച്ച സമ്പത്തുകളും നേട്ടങ്ങളും കഴിവുകളും ഒന്നും തനിക്ക് വേണ്ടിയോ തന്റെ ആസ്വാദനത്തിന് വേണ്ടിയോ മാത്രമുള്ളതല്ല എന്നും അത് മറ്റുള്ളവർക്കും ഈ സമൂഹത്തിനു വേണ്ടി കൂടി പങ്കുവയ്ക്കേണ്ടതാണ് എന്നും ഓരോരുത്തരെയും അതിന് ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വേർതിരിവുകളില്ലാതെ ചേർത്ത് പിരിച്ച് സോദരഭാവന കാണേണ്ടതാണ് എന്നുള്ള ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, നന്മയുടെ, ജീവിത വിശുദ്ധിയുടെ, സർവോപരി എല്ലാ തരത്തിലുമുള്ള ജീവിത മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷവും ഉദ്ഘോഷണവുമാണ് പരിശുദ്ധ റമദാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നാടിനെ ചേർത്ത് പിടിക്കണം. വിദ്വേഷവും വെറുപ്പും ഭിന്നതയും ആയി കടന്നു വരുന്നവരെ അവരെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം. നമുക്ക് ഐക്യപ്പെടലിന്റെ, സ്നേഹ സാഹോദര്യത്തിന്റെ, നന്മയുടെ ഒരു വലിയ സാമൂഹ്യ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പരിശുദ്ധ റമദാൻ ആചരണവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ പെരുന്നാൾ നമസ്കാരവും എല്ലാം ഉപകരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നുള്ള പരിശുദ്ധ റമദാന്റെ ആശംസകൾ, ഈ പെരുന്നാളിന്റെ, ചെറിയ പെരുന്നാളിന്റെ ഊഷ്മളവും ഹൃദ്യവും സ്നേഹ നിർഭരവുമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഈദിൻ്റെ 30 ദിവസം മനസ്സും ശരീരവും ശുദ്ധി വരുത്തി ഈ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഞാൻ നമ്മുടെ പ്രിയങ്കരനായ മൗലവി ഇവിടെ പ്രസംഗിച്ചത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. വളരെ ആഴത്തിലുള്ള, വളരെ ചിന്താ ഉദ്ദീപമായ ആ വാക്കുകൾ കൂടുതലായി വ്യാഖ്യാനിക്കാൻ ഈ അവസരത്തിൽ എനിക്കില്ല. നമ്മുടെ ഈ കാലഘട്ടം വളരെ വലിയ മാറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡേറ്റാ സയൻസിൻ്റെയും വെച്ച് വളരെ റാഡിക്കൽ ഡിസ്റപ്റ്റീവ് റവല്യൂഷൻ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുതുതലമുറകൾ തീർച്ചയായും വിശ്വാസത്തിൽ ഊന്നി നിൽക്കുവാനുള്ള ആ ആഹ്വാനം തീർച്ചയായും നമ്മുടെ യുവതലമുറയും മനുഷ്യജീവിതത്തെയും പിടിച്ചു നിർത്താൻ ഉതകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതോടൊപ്പം ഞാൻ ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം കൂടെ വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചിട്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതിനു മുമ്പ് പ്രസംഗിച്ച ജീവിതത്തിൽ നമ്മളോട് ഡോക്ടർമാർ പറയാറുണ്ട്, അമിതമായ ഭക്ഷണം കഴിച്ചാൽ അത് ആരോഗ്യത്തിന് ദോഷമാണ്. നമ്മളൊക്കെ ഇപ്പോൾ നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കിട്ടുമ്പോൾ അത് ഒരു പിടി കൂടി കൂടുതൽ കഴിക്കാൻ നമ്മൾ നോക്കും. പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മളെ വ്രതം കൊണ്ട്
ശുദ്ധിയാക്കി അതിനപ്പുറം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി ഈ സമൂഹത്തിനോട് അതിലേറെ കടപ്പാടുണ്ട്. നമുക്കറിയാം, നമ്മളെ ജീവിതം എല്ലാവർക്കും നമ്മളെ ഏറ്റവും ആദ്യമായിട്ട് വേണ്ട കാര്യമാണ് വിശ്വാസം. നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ കൂട്ടാളികളോടും എല്ലാം ഒരു വിശ്വാസം നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് ത്യാഗം ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അതുപോലെ തന്നെ ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ ഈ വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി ഇത്രയും കരുതലോടുകൂടി ഒരു മാസക്കാലം വ്രതം എടുത്ത ഈ സഹോദരങ്ങളോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും ഈ ചെറിയ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരും സമയം വൈകിയതുകൊണ്ടും വെയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നതുകൊണ്ടും നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഇരിപ്പിടത്തിലേക്ക് തന്നെ മൈക്ക് കൈമാറുകയാണ്. അതുകൊണ്ട് ചെറിയ വാക്കുകളിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും സ്വയം തയ്യാറായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് റംസാന് വിടവാങ്ങുകയാണ്. 30 ദിവസത്തെ വ്രതത്തിന് ശേഷം പെരുന്നാളിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുവാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുന്നു. പശ്ചിമേഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ കേരളത്തിന് അന്ന് നൽകുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഈ റമദാൻ കാലത്ത് മുസ്ലിം സമുദായത്തെയും മറ്റ് സമുദായ അംഗങ്ങളെയും ഏറ്റവും വേദനിപ്പിച്ച സംഭവമാണ്. അതുകൊണ്ട് ഫാസിസത്തിനെതിരെയുള്ള എല്ലാ നീക്കങ്ങൾക്കും എല്ലാവരും ഐക്യപ്പെടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നൽകുന്ന എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും ഇത് ശ്രീബെല്ലാമിൻ്റെ ആശംസകൾ നേരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത്രയും വലിയ ഒരു കൂട്ടായ്മ നടത്തിയ എല്ലാവർക്കും ഹൃദയപൂർവ്വമായി നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീബെല്ലാമിൻ്റെ എല്ലാവിധ ആശംസകളും നോക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിലിരുന്നത്. കാരണം സംഘടനത്തിൻ്റെയും മറ്റു ഒരു മാസത്തെ നിങ്ങൾക്ക് ഏവർക്കും ഈ ആശംസകൾ നേരിട്ട് അതുപോലെ തന്നെ എല്ലാവരും കൂടിച്ചേരി വളരെ ഭദ്രമായി വേണ്ടി എല്ലാവരും ആശംസകൾ നേരിടുന്നു. സ്നേഹത്തിൻ്റെയും ഈ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നൽകുന്നു. നിങ്ങൾക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ.